വെൽക്കം ടു സൈലം ടെക്നിക്കൽ. ഇപ്പം എല്ലാവരും തിരക്ക് പിടിച്ച് ഓവർസിയർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമിന് പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട ഒന്നാണ് ITAയുടെ നിമി ടെക്സ്റ്റ് ബുക്ക്. നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരാറുണ്ട്. നിമിയിലുള്ള ആൻസർ തന്നെയാണ് അധികവും PSCയുടെ ആൻസർ കീ ആയിട്ടും വരാറുള്ളത്. അപ്പം കുറേ പേർക്കെങ്കിലും നിമിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ടാവും. സോ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു സെഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ITAയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള നിമിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലാണ് ഉള്ളത്. സോ ബിൽഡിംഗ് മെറ്റീരിയലിൽ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മൾ നോർമലി കാണുന്ന പോയിന്റുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ എവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ പോയിന്റ്സ് കിട്ടിയാലും നിങ്ങളത് നോട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നീട് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ക്വിക്ക് റിവിഷന് അത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അധികം സമയം കളയണ്ട അല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം ഏതാണ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: ദ സിമെന്റ് യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. പൊതുവെ നമുക്ക് സിമെന്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സാമിന് എന്തായാലും വരാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് മാസ് കോൺക്രീറ്റ് സ്ട്രക്ചറുകളിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് എന്നുള്ളതാണ്. ഓപ്ഷനുകളായിട്ട് നമുക്ക് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് പറഞ്ഞിട്ടുണ്ട്, എക്സ്പാൻഡിങ് സിമെന്റ് പറഞ്ഞിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഫേർണസ് സ്ലാഗ് സിമെന്റ് പറഞ്ഞിട്ടുണ്ട്, മോഡിഫൈഡ് പോർട്ട്ലാൻഡ് സിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആളെയാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് അറിയേണ്ടത് ആരെയാണ് മാസ് കോൺക്രീറ്റിംഗ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ബ്ലാസ്റ്റ് ഫേർണസ് സ്ലാഗ് സിമെന്റ് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ആരാണ്? ബ്ലാസ്റ്റ് ഫേർണസ് സ്ലാഗ് സിമെന്റ് ആണ്. അപ്പം ഈ ബ്ലാസ്റ്റ് ഫേർണസ് സ്ലാഗ് സിമെന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? എങ്ങനെയാണ് ഈ സിമെന്റ് ഫോം ചെയ്തെടുക്കുന്നത്? എങ്ങനെയാണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ആരുടെ മാനുഫാക്ചറിന് വേണ്ടിയാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫേർണസ് യൂസ് ചെയ്യുന്നത്? പിഗ് അയണിന്റെ മാനുഫാക്ചറിന് അല്ലേ. അപ്പം പിഗ് അയണിന്റെ മാനുഫാക്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്ലാഗിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബ്ലാസ്റ്റ് ഫേർണസ് സ്ലാഗ് സിമെന്റ് ഫോം ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സിമെന്റിന് ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മുടെ സിമെന്റ് ക്ലിങ്കറിന്റെ കൂടെ ഒരു 60 to 65% സ്ലാഗും കൂടി മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന സിമെന്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സിമെന്റിന് കുറച്ചുകൂടെ നോർമലി ഉള്ള നമ്മുടെ സിമെന്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അധികമായിട്ട് ക്യൂറിംഗ് പീരീഡ് ആവശ്യമായിട്ടുള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ യൂസ് ആയിട്ട് ഇതും കൂടി നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചോളാം. മാസ് കോൺക്രീറ്റിംഗ് സ്ട്രക്ചറുകൾക്ക് വേണ്ടിയിട്ട് ഏത് സിമെന്റിനെ യൂസ് ചെയ്യാം? നമ്മൾ പൊതുവേ ലോ ഹീറ്റ് സിമെന്റ് പഠിക്കാറുണ്ട് അല്ലേ. ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ലോ ഹീറ്റ് സിമെന്റ് ഓപ്ഷനിലില്ല, പിന്നെ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ എടുക്കാം? അവിടെ അവർ ഉദ്ദേശിച്ചത് ആരെ ആയിരിക്കും? ബ്ലാസ്റ്റ് ഫേർണസ് സ്ലാഗ് സിമെന്റിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യം കാണാം. IS കോഡ് ഫോർ പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ്. നമ്മുടെ സിമെന്റിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സിമെന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അവരുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. സോ നിമിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ അധികം വെറൈറ്റീസ് ഓഫ് സിമെന്റും അതിൻ്റെ IS കോഡുകളും ലിസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതിൽ നിന്ന് മുൻപ് പണ്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പല സിമെന്റിൻ്റെയും IS കോഡുകൾ മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് IS കോഡ് ഫോർ പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ്. പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റിന്റെ IS കോഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമോ എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക?
പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റിന്റെ IS കോഡായിട്ട് നമ്മൾ പറയുന്നത് IS 1489 ആണ്. 1489 ആണ്. അപ്പം ഈ ഒരു പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് അറിയാമോ? എന്ത് യൂസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യണേ? എന്താണ് ഈ പൊസലാനോ എന്ന് പറയുന്നത്? പൊസലാനോ വോൾക്കാനിക് ആഷ് ആണ്. ഈ വോൾക്കാനിക് ആഷിൽ നിന്നാണ് നമ്മൾ പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പറയാറുള്ളത് നോർമലി നമ്മുടെ സിമെന്റിലേക്ക് ഒരു 10 to 30% ഓഫ് പൊസലാനോ മെറ്റീരിയലിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് പറയാറുള്ളത്. ബട്ട് നമ്മൾ നിമി നോക്കുന്ന സമയത്ത് നിമിയിൽ ഇങ്ങനെയാണ് പറയുന്നത് 10 മുതൽ 25% വരെ പൊസലാനോ മെറ്റീരിയൽ ആണ് നമ്മൾ നോർമൽ സിമെന്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊസലാനോ സിമെന്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എത്ര പെർസെൻറ്റേജ് പൊസലാനോ മെറ്റീരിയൽ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 10 to 25% ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് ചില അഡ്വാൻറ്റേജസ് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സൾഫേറ്റ് അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ഞാനിവിടെ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. സോ ഇവർക്ക് സൾഫേറ്റ് അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. സോ സൾഫേറ്റ് റെസിസ്റ്റൻസ് ഉള്ളവരായിരിക്കും ഈ പറയുന്ന പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലെസ് ഹീറ്റ് ലിബറേഷൻ ആണ് ഉണ്ടാവുക. ലെസ് ഹീറ്റ് ഡ്യൂറിങ് സെറ്റിംഗ് മറ്റൊരു പ്രത്യേകതയാണ്. സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഹീറ്റ് മാത്രമേ ലിബറേറ്റ് ചെയ്യുകയുള്ളൂ. ദെൻ ഹയർ ഡിഗ്രി ഓഫ് വാട്ടർ ടൈറ്റ്നസ്. ദെൻ പിന്നെ നമ്മൾ പറയും ഗ്രേറ്റ് റെസിസ്റ്റൻസ് ടു എക്സ്പാൻഷൻ. ഇവർ എക്സ്പാൻഷൻ വളരെ കുറവാണ്. എക്സ്പാൻഷൻ ഇവർക്ക് കുറവാണ്. ഗ്രേറ്റ് റെസിസ്റ്റൻസ് ടു എക്സ്പാൻഷൻ, അതായത് എക്സ്പാൻഷൻ കൂടുതൽ ഇത് റെസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഷ്രിങ്കേജ് കൂടുതലായിരിക്കുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഷ്രിങ്കേജ് കൂടുതലായിരിക്കുമെന്നായിരിക്കും അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിമെന്റ് ആണ് പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റ്. ഇനി ഇവരെ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെറൈൻ സ്ട്രക്ചറുകളിൽ ഇവരെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സീവേജ് വർക്കുകളിലും ഇവരെ പ്രിഫർ ചെയ്യാറുണ്ട്. നമ്മൾ മറൈൻ സ്ട്രക്ചറുകളിലും സീവേജ് വർക്കുകളിലും നമ്മൾ ഇവരെ പ്രിഫർ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പോർട്ട്ലാൻഡ് പൊസലാനോ സിമെന്റിന്റെ IS കോഡ് ആയിരുന്നു IS 1489 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് മാനുഫാക്ചർ ഓഫ് അസെറ്റിലീൻ. അസെറ്റിലീൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഫാറ്റ് ലൈൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലൈൻ തന്നിട്ടുണ്ട്, കാർബൈഡ് ലൈൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫാറ്റ് ലൈമും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. സോ ഇതൊരു നിമിയിലുള്ള പോയിന്റുമാണ്, മാത്രമല്ല ഇത് ISROന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ISROന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക നിങ്ങൾക്ക് അറിയാമോ? കാർബൈഡ് ലൈമാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോ അസെറ്റിലീൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഫോം ചെയ്യുന്ന എന്താണ് ബൈ പ്രൊഡക്റ്റ് ആണ് കാർബൈഡ് ലൈം എന്ന് പറയുന്നത്. സോ ഈ അസെറ്റിലീൻ ഗ്യാസ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റും അതുപോലെ വാട്ടറും തമ്മിലുള്ള റിയാക്ഷനിലാണ് ഇവരെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത്. സോ ഇത് ഫോം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാകുന്നത്? കാർബൈഡ് ലൈം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാർബൈഡ് ലൈം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇതിന് കൊമേഴ്ഷ്യലി ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിറയെ അധികം പൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി പറയാം, നമ്മൾ ഇതിൻ്റെ pHനെ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുറത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുക. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് കാർബൈഡ് ലൈം കേട്ടോ. കാൽഷ്യം കാർബൈഡും വാട്ടറും തമ്മിൽ ഉള്ള റിയാക്ഷനിലാണ് നമ്മൾ അസെറ്റിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെയുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് കാർബൈഡ് ലൈം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം കിട്ടി. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കറിയാം സെപ്റ്റംബർ 23
നമുക്ക് ഗ്രൗണ്ട് വാട്ടർ എക്സാം വരുന്നുണ്ട്, അതുപോലെ KWA ഗ്രേഡ് 3 വരാനിരിക്കുന്നുണ്ട്, വർക്ക് സൂപ്രണ്ടിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഇന്ന് ജൂലൈ അവസാനം ഓവർസിയർ ഗ്രേഡ് 2 എക്സാമും വരുന്നുണ്ട് അല്ലേ. അപ്പം ഇനി ഓവർസിയർ എക്സാംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഒരു ക്വിക്കായിട്ടുള്ളൊരു സ്റ്റഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 75 ദിവസത്തെ ഒരു ഓവർസിയർ ഓൺലൈൻ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, 999 ആണ് കേട്ടോ നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു 75 ദിവസം കൊണ്ട് ഇനി നെക്സ്റ്റ് സെപ്റ്റംബറിൽ വരുന്ന എക്സാമിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്വിക്കായിട്ടുള്ളൊരു റിവിഷൻ ക്രാഷ് കോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 10-നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെട്ടെന്ന് എക്സാമിന് പഠിക്കാൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ മുന്നേ തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഉള്ള നമ്പറാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 10-ാം തീയതി ക്ലാസ് തുടങ്ങുന്നുണ്ട്. പരമാവധി ഫസ്റ്റ് ഡേ മുതൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വരെ എല്ലാവരും അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിൽ ഉണ്ടാവാനായിട്ട് നോക്കുക. വേറെ ഒന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിച്ചു പോകാൻ പറ്റും, നല്ല രീതിയിൽ എക്സാം എഴുതാനും പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോളോ ബ്രിക്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ഡാഷ് തിക് വോൾ. ഏത് തിക്നെസ് ഉള്ള വോളുകളിലാണ് ഹോളോ ബ്രിക്കുകളെ പൊതുവേ നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് ചോദ്യം. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 20 to 25 mm ആണ്. 20 to 25 mm തിക്നെസ് ഉള്ള വോളുകളിലാണ് നമ്മൾ ഹോളോ ബ്രിക്കുകളെ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഈ ഹോളോ ബ്രിക്കിന്റെ മറ്റുള്ള പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രീവിയസ്ലി ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇവരെ നമ്മൾ സെല്ലുലാർ ബ്രിക്ക് എന്നും അതുപോലെ തന്നെ ക്യാവിറ്റി ബ്രിക്ക് എന്നും വിളിക്കാറുണ്ട്. സെല്ലുലാർ ബ്രിക്ക് എന്നും ക്യാവിറ്റി ബ്രിക്ക് എന്നും നമ്മൾ ഇവരെ വിളിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ള നമ്മുടെ ഓർഡിനറി ബ്രിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ഹോളോ ആയിട്ടുള്ളവരാണ് അല്ലേ. ഇവരുടെ ഉള്ളിൽ ഹോളോ ആണ്, പൊള്ളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, നമ്മുടെ നോർമൽ ബ്രിക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവരുടെ വെയിറ്റ് വളരെ കുറവാണ്. അവരുടെ വെയിറ്റിനേക്കാളും ഒരു 1/3 വെയിറ്റ് മാത്രമേ ആർക്കുണ്ടാവുള്ളൂ, ഈ പറയുന്ന ഹോളോ ബ്രിക്കുകൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇവരുടെ മറ്റുള്ള പ്രത്യേകത, ഇവര് എന്ന് പറയുന്നത് ഹീറ്റ് പ്രൂഫും സൗണ്ട് പ്രൂഫും ഡാം പ്രൂഫുമാണ്. ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ടൈപ്പാണ്. സോ സച്ച് ബ്രിക്സ് ഹാവ് വോൾ തിക്നെസ് ഓഫ് അബൌട്ട് 20 to 25 mm ആയിരിക്കും തിക്നെസ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ബ്രിക്ക് പാർട്ടീഷൻ വോളുകളുടെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കാറുള്ളത്. പൊതുവേ നമ്മൾ ഹീറ്റ് ഇൻസുലേഷനും സൗണ്ട് ഇൻസുലേഷനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഡാം പ്രൂഫിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഹോളോ ബ്രിക്സിനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഹോളോ ബ്രിക്സ് എന്ന് പറയുന്നത് എന്താ, സെല്ലുലാർ ബ്രിക്സ് അല്ലെങ്കിൽ ക്യാവിറ്റി ബ്രിക്ക് എന്ന് നമുക്ക് അവരെ വിളിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓർഡിനറി ബ്രിക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 1/3 വെയിറ്റ് മാത്രമേ ഇവർക്ക് ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ തിക്നെസ് പറയുമ്പോൾ 20 mm to 25 mm ആണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാർട്ടീഷൻ വോളുകളുടെ കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുക. മറ്റുള്ള അഡ്വാൻറ്റേജസ് ആയിട്ടാണ് നമ്മൾ ഹീറ്റ് ഇൻസുലേഷനും സൗണ്ട് ഇൻസുലേഷനും ഡാം പ്രൂഫും ഒക്കെ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, പിന്നെ മൊത്തത്തിൽ നമ്മളൊരു ഓർഡിനറി ബ്രിക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിൽഡിങ്ങും ഈ ഹോളോ ബ്രിക്ക് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ബിൽഡിങ്ങും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി അറിയാം അല്ലേ. ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഹോളോ ബ്രിക്ക് വെച്ച് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിന് കുറവായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സോ അധികവും ഹോളോ ബ്രിക്കിൻ്റെ മറ്റുള്ള പേരുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫിനും ഹീറ്റ് പ്രൂഫിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രിക്ക് ഏതാണെന്നുള്ള രീതിയിലും ചോദ്യം കണ്ടിട്ടുണ്ട്. ഇതിന് തിക്നെസ് ആയിട്ട് ഉള്ള ചോദ്യം കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ഇനി ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്, 20 to 25 mm ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. സോ നമുക്ക് ഒരു ചോദ്യം കൂടെ കാണാം. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് which class of brickers mainly used for RB work, reinforced brick work and blast RC work and arches. Okay, ഇതുപോലെയുള്ള വർക്കുകൾക്ക് ഇതിലെ ഏത് ക്വാളിറ്റി ഓഫ് ബ്രിക്കിനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മുടെ ബുക്കിൽ നിമിയിലുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഏതാണെന്ന് അറിയാമോ? ഏതാണ്?
ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണ് ആൻസർ ആയിട്ട് വരിക. ആർച്ച് വർക്കുകൾക്കും RB ബ്രിക്ക് വർക്കുകൾക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള RC ബ്ലാസ്റ്റ് വർക്കുകൾക്കൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനെയാണ്. അപ്പോൾ അറിയാലേ, സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള ബ്രിക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് വിളിക്കാറുള്ളത്. അവിടെ എന്താണ്, നമുക്ക് എക്സ്റ്റേണലി പ്ലാസ്റ്ററിങ് പോലും ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലേ. എത്രയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് പറയാറുള്ളത്? എത്രയാണ് പറയാറുള്ളത്? ഗ്രേറ്റർ ദാൻ 14 Nm² കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇനി ഒരു സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ എവിടെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്? എക്സ്റ്റേണലി നമ്മൾ പ്ലാസ്റ്ററിങ് കൊടുക്കുമെന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആരെ കൊടുക്കാം? സെക്കൻഡ് ക്ലാസ് ബ്രിക്കിനെ കൊടുക്കാം. അതുപോലെ തന്നെ ഇന്റേണൽ വോളുകളിലും നമ്മൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്കുകളെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്കിലോട്ട് വരികയാണെങ്കിലോ, സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ റേഞ്ച് ആയിട്ട് 7 to 14 Nm² ആണ് പറയാറുള്ളത് അല്ലേ. ഇനി നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്കിലോട്ട് വരികയാണെങ്കിലോ, തേർഡ് ക്ലാസ് ബ്രിക്ക് നമ്മൾ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വേർ ദർ ഇസ് നോ ഹെവി റെയിൻഫോൾ, അധികം ഹെവി റെയിൻഫോൾ ഇല്ലാത്ത ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് തേർഡ് ക്ലാസ് ബ്രിക്കിനെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അവരുടെ കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ റേഞ്ച് ആയിട്ട് 3.5 to 7 Nm² ആണ് നമ്മൾ പറയാറുള്ളത്. പിന്നീട് ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ആണ്. നിങ്ങൾക്ക് അറിയാം, ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് ആണ്. അവയെ നമ്മൾ ജാമ ബ്രിക്സ് എന്നുള്ളൊരു പേര് കൂടി വിളിക്കാറുണ്ട്. സോ ഈ ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓവർ ബേൺഡ് ആയി പോയതുകൊണ്ട് ഇവർക്ക് നോർമലി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ സൈസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ ഇറഗുലർ ഷേപ്പിലും സൈസിലും ഡാർക്ക് കളറിലൊക്കെ ആയതുകൊണ്ട് ഇവരെ നമ്മൾ അഗ്രഗേറ്റുകളായിട്ടും ഫൗണ്ടേഷൻ ഫില്ലിങ്ങിനും ഒക്കെ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. നോർമലി മേസൺറി വർക്കുകൾക്ക് ഇവരെ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒന്നും കൂടെ ഞാൻ അതൊന്ന് റിവൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഇതുപോലെ നിമിയിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്